സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. കനത്ത മഴ 2 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് രാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. തീരപ്രദേശത്തും മലയോര മേഖലയിലുമുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. هذا نزل علينا تعال വീണ്ടും യുദ്ധക്കളമായി പശ്ചിമേഷ്യ. രാത്രി മുഴുവൻ പരസ്പരം ആക്രമിച്ച് ഇറാനും ഇസ്രായേലും. ഇസ്രായേലിന് നേരെ തുടർച്ചയായ 2ാം രാത്രിയിലും ഇറാന്റെ കനത്ത മിസൈൽ വർഷം. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തന്ത്രപ്രധാനമായ പാർസ് റിഫൈനറി കത്തിച്ചു. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടണമെന്ന് ഇസ്രായേൽ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക. അവസാന റൗണ്ടിലെ പ്രചാരണ ചൂടിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്നെത്തുന്നത് താരപ്രചാരകർ. UDF MP പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തും. M സ്വരാജിനായി പ്രചാരണം നയിച്ച് മുഖ്യമന്ത്രി. തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാന്റെ റോഡ് ഷോ ഇന്ന്. കെനിയയിൽ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഖത്തർ എയർവേസ് വിമാനം നെടുമ്പാശ്ശേരിയിലെത്തും. സർക്കാരിന് വേണ്ടി മന്ത്രി P. രാജീവ് ആദരാഞ്ജലി അർപ്പിക്കും.